എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്ന റെസിപ്പി കപ്പ ബിരിയാണിയാണ്. അപ്പോൾ വളരെ രുചികരമായ കപ്പ ബിരിയാണി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. വ്യത്യസ്തങ്ങളും രുചികരമായിട്ടുള്ള പല വിഭവങ്ങളുമായിട്ട് ഞാൻ എന്നും വരാറുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് ഒരു 1/2 കിലോ കപ്പയുണ്ട്. നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കപ്പയെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇതാ കപ്പയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പയ്ക്ക് മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമുണ്ട്, നമുക്കത് ഊറ്റി മാറ്റണം. നമുക്കിനി കപ്പ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്കിനി കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് തക്കാളി, ഒരു പിടി മല്ലിയില. ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫിന് വേണ്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീർ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞത് മസാലയ്ക്ക് മുമ്പ് ഇടേണ്ടതായിരുന്നു, അതിപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് വഴറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതായപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി കഴുകി വെച്ചിരിക്കുന്ന നെയ്യുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ അല്പം നെയ്യുള്ള ബീഫ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് എല്ല് ഉള്ള പീസ് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാല എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇത് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതായപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്, അതുപോലെ നന്നായിട്ട് ഇറച്ചി വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന കപ്പയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. രണ്ടും കൂടെ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ യോജിപ്പിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിനി കപ്പ ബിരിയാണിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ നാടൻ സ്റ്റൈലിലുള്ള കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. താങ്ക്